എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റിട്ടയർമെൻറ്റ് ചാപ്റ്ററിലെ ലോൺ അക്കൗണ്ട്, പാർട്ട്ണറിൻ്റെ ലോൺ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. സാധാരണയായി ഒരു 4-5 മാർക്കിനൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ഇപ്പം നമുക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാൻ റൂൾസ് ഇല്ലാതെ പെട്ടെന്ന് എളുപ്പത്തിൽ ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ വീഡിയോ ക്വസ്റ്റ്യൻ ആദ്യം എഴുതിയെടുത്തതിന് ശേഷം എൻ്റെ ഒപ്പം ചെയ്തു പോകുക. ഈ ലോൺ അക്കൗണ്ടിൻ്റെ ക്വസ്റ്റ്യൻ എല്ലാവരും നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് PQRR പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. ക്യൂ റിട്ടയേഴ്സ് ഫ്രം ദി ഫേം ഓൺ 1 ജനുവരി 2014. 3 പേരുള്ള പാർട്ണർഷിപ്പ് ഫേമിൽ ക്യൂ റിട്ടയർഡ് ചെയ്ത് പോണ്. ആൻഡ് ഓൺ ഹിസ് ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് 1,20,000 ഈസ് ഡ്യൂ ടു ഹിം ആൻഡ് ആർ പ്രോമിസ് ടു പേ 4 ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് ടുഗദർ വിത്ത് ഇൻട്രസ്റ്റ് അറ്റ് 10% പെർ ആനം. ക്യൂ ആണ് ഇവിടെ റിട്ടയർഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആറ് പറയണ് നിങ്ങൾക്ക് നൽകാനുള്ള 1,20,000 4 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റും കൂടി കൂട്ടിയിട്ട് ഞാൻ നൽകിക്കോളാം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ക്യൂവിൻ്റെ ലോൺ അക്കൗണ്ട് വരയ്ക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇത് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കാം. ഇപ്പോൾ നമുക്ക് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. ആറെന്ന പാർട്ട്ണർ ക്യൂവിന് 1,20,000 4 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നൽകണം. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഒരു ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കണം. ഈ ഓരോ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കൂടെ ആ വർഷത്തെ ഇൻട്രസ്റ്റ് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ആ ഒരു ഇൻസ്റ്റാൾമെൻറ്റ്, അതായത് 4 ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുമ്പോൾ ഓരോ ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണെന്ന് നോക്കണം. അപ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത് 1,20,000 ബൈ 4 ചെയ്യുക പ്ലസ് ഇൻട്രസ്റ്റ്. അതായിരിക്കും ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾക്ക് തന്നേക്കുന്ന എമൗണ്ട് ബൈ എത്ര ഇൻസ്റ്റാൾമെൻറ്റ് പ്ലസ് ഇൻട്രസ്റ്റ്. ഇപ്പോൾ 1,20,000 ബൈ 4 പ്ലസ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ 30,000 പ്ലസ് ഇൻട്രസ്റ്റ് ആയിരിക്കും ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ്. 30,000 ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും ഫിക്സഡ് ആയിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ 30,000 പ്ലസ് ഇൻട്രസ്റ്റ്, സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നതും 30,000 പ്ലസ് ആ വർഷത്തെ ഇൻട്രസ്റ്റ്, തേർഡ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത് 30,000 പ്ലസ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഓരോ ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറയുന്നത് 30,000 പ്ലസ് ആ വർഷത്തെ ഇൻട്രസ്റ്റ്. ഇനി നമുക്ക് ലോൺ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. ലോൺ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് ഇവിടെ വരച്ചു. ആർസ് ലോൺ അക്കൗണ്ട്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. ഇനി നമുക്ക് റൂൾസ് ഇല്ലാതെ എളുപ്പത്തിൽ എങ്ങനെ ലോൺ അക്കൗണ്ട് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആറിന് കൊടുക്കാനുള്ള 1,20,000 ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഡേറ്റ് ഇട്ടു, ജനുവരിയാണ് ആദ്യം ഇടേണ്ടത്. അതിനുശേഷം ആർസ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് എഴുതി 1,20,000 ട്രാൻസ്ഫർ ചെയ്തു. ആറിന് കൊടുക്കാനുള്ള എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ കൊടുക്കേണ്ടത് ആർസ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് ക്രെഡിറ്റ് സൈഡ് ചെയ്താൽ ജേണൽ എൻട്രി ആർസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ആർസ് ലോൺ അക്കൗണ്ട് എന്നാണ്. അപ്പോൾ അതൊന്നും നോക്കണ്ട. നിങ്ങളിപ്പോൾ ഒരു എളുപ്പത്തിൽ നോക്കണമെങ്കിൽ ഇപ്പോൾ ആർസ് ലോൺ അക്കൗണ്ട് ആണെങ്കിൽ ഇവിടെ ആർസ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് എഴുതാം, ആ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുക. ഇവിടെ ഇപ്പോൾ ബി ആണെങ്കിൽ ബീസ് ലോൺ അക്കൗണ്ട് ആണെങ്കിൽ ഇവിടെ ബീസ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് എഴുതാം, 1,20,000 കൊടുക്കുക. ആരുടെ പേരാണ് ഇവിടെ വരുന്നത് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് എഴുതിയിട്ട് ആ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതി. പിന്നെ നമ്മൾ അതിൻ്റെ ഈ എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് കണക്കാക്കണം. അപ്പോൾ ഇവിടെ ജനുവരി ആണെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് കണക്കാക്കേണ്ടത് ഡിസംബറിലാണ്. അപ്പോൾ ഡിസംബറിൽ ഇൻട്രസ്റ്റ് ബൈ ഇൻട്രസ്റ്റ് എന്ന് എഴുതാം. 1,20,000 10% എന്നുള്ളത്, അതായത് 10% എന്നുള്ളത് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 1,20,000 10/100 ചെയ്യുമ്പോൾ 12,000 ലഭിക്കും. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് സൈഡ് ഇത് മാത്രമേ എഴുതാനുള്ളൂ. ആർസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആറിൻ്റെ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുക, അതിൻ്റെ ഇൻട്രസ്റ്റ് കണക്കാക്കാം. ഇത് ക്ലിയർ ആയല്ലോ. അതിനുശേഷം നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് വരാം. ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഡേറ്റ് ഇൻട്രസ്റ്റിൻ്റെ അതേ ഡേറ്റ് തന്നെയാണ് കൊടുക്കേണ്ടത്. ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കണതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ടു ക്യാഷ് ഓർ ബാങ്ക് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഇപ്പോൾ ടു ക്യാഷ് എന്ന് എഴുതി. അതിനുശേഷം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ലേ 30,000 പ്ലസ് ആ വർഷത്തെ ഇൻട്രസ്റ്റ്. ആ വർഷത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 12,000 ആണ്. അപ്പോൾ 30,000 ഫിക്സഡ് ആയിരിക്കും. പിന്നെ നമുക്ക് ഇവിടെ വരുന്ന ഇൻട്രസ്റ്റ് ഇവിടെ എത്രയാണോ നമ്മൾ കണ്ടുപിടിച്ച് കിട്ടുന്നത് അതായിരിക്കണം എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ടു ക്യാഷ് എന്ന് എഴുതി 30,000 പ്ലസ് ആ വർഷത്തെ ഇൻട്രസ്റ്റ് 42,000 ലഭിച്ചു. അപ്പോൾ നമുക്ക് ഇത്രയും എൻ്റർ ചെയ്യാനുള്ളൂ. ക്യാപിറ്റൽ അക്കൗണ്ട് എൻ്റർ ചെയ്തു, ഇൻട്രസ്റ്റ് എൻ്റർ ചെയ്തു, ഇൻസ്റ്റാൾമെൻറ്റ് എൻ്റർ ചെയ്തു. ഇതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ 1,20,000 12,000 ആഡ് ചെയ്യുമ്പോൾ 1,32,000 കിട്ടും. 1,32,000 രണ്ട് സൈഡ് എഴുതാം. ഇവിടെ ഈ 42,000 1,32,000 നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് ക്യാരി ഡൗൺ ലഭിക്കും.
ഇത് സാധാ ചെയ്യണ പോലെ തന്നെ. അതിനുശേഷം ഈ ക്യാരി ഡൗണിനെ നമ്മൾ നെക്സ്റ്റ് ഇയറിലേക്ക് ബ്രോ ഡൗൺ ചെയ്യണം. കാരണം നാല് ഇയറിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്യാരി ഡൗണിനെ അടുത്ത ഇയറിലേക്ക് ബ്രോ ഡൗൺ ചെയ്യണം. പിന്നെ നമുക്ക് ഈ സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല. ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒറ്റ പ്രാവശ്യം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. പിന്നെ വേണ്ടത് നമുക്ക് ഇൻട്രസ്റ്റ് ആണ്. ആ വർഷത്തെ ഇൻട്രസ്റ്റ് കണക്കാക്കിയാൽ മതി. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ബാലൻസ് ബ്രോ ഡൗൺ 90,000 ആണ്. ഈ 90,000-ൻ്റെയാണ് പിന്നെ ഇൻട്രസ്റ്റ് കണക്കാക്കേണ്ടത്. അപ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ 90,000 ഇൻറ്റു 10/100 ചെയ്യുമ്പോൾ 9,000 ലഭിക്കും. അതിനുശേഷം ഇൻസ്റ്റാൾമെൻറ്റ് ടു ക്യാഷ് എന്ന് എഴുതി 30,000 മുകളിൽ 30,000 തന്നെയാണ് പിന്നെ ആ വർഷത്തെ ഇൻട്രസ്റ്റ്. അതുപോലെ തന്നെ 30,000 പ്ലസ് ഈ വർഷത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 9,000 9,000 ആണ്. അപ്പോൾ 30,000 പ്ലസ് 9,000 39,000 ലഭിക്കും. പിന്നെ രണ്ട് സൈഡ് ടോട്ടൽ ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ 60,000 ലഭിക്കും. ഈ 60,000-നെ വീണ്ടും നെക്സ്റ്റ് ഇയറിലേക്ക് ബ്രോ ഡൗൺ ചെയ്യുക. ഈ 60,000-ൻ്റെ ഇൻട്രസ്റ്റ് കണക്കാക്കാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ടു ക്യാഷ് എഴുതണം. 30,000 പ്ലസ് ആ വർഷത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 6,000. അപ്പോൾ ആ വർഷത്തെ ഇൻട്രസ്റ്റ് നമ്മളിവിടെ ആഡ് ചെയ്തു. അതിനുശേഷം രണ്ട് സൈഡ് ടോട്ടൽ ചെയ്യുക. 66,000 ലഭിക്കും. ഈ 66,000-ൽ നിന്ന് 36,000 മൈനസ് ചെയ്യുമ്പോൾ 30,000 ലഭിക്കും. പിന്നെ നമ്മൾ വീണ്ടും ഈ ബാലൻസ് ക്യാരി ഡൗണിനെ ബ്രോ ഡൗൺ ചെയ്യുക. അതിൻ്റെ ഇൻട്രസ്റ്റ് കണക്കാക്കാം. ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 30,000 ഇൻറ്റു 10/100 ചെയ്യുമ്പോൾ 3,000 ലഭിക്കും. പിന്നെ നമ്മൾ വീണ്ടും ഇൻസ്റ്റാൾമെൻറ്റ് എഴുതുക. ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത് 30,000 പ്ലസ് 3,000 ആ വർഷത്തെ ഇൻട്രസ്റ്റ്. അപ്പോൾ നമുക്ക് 33,000 കിട്ടും. ഇപ്പോൾ ലാസ്റ്റ് ഇവിടെ ഈക്വലായിട്ട് പോകും. അപ്പോൾ നമുക്കിവിടെ 4 വർഷമാണ് ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ 4 വർഷം കൊണ്ട് അവർ ആ 1,20,000 ഇൻട്രസ്റ്റോട് കൂടി പേ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആദ്യം തന്നെ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിൻ്റെ ഇൻട്രസ്റ്റ് കണക്കാക്കണം. പിന്നെ ഈ സൈഡ് എല്ലാം ഒരുപോലെ തന്നെ വരണം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ സൈഡ് ഇൻസ്റ്റാൾമെൻറ്റുകളാണ് വന്നത്. ടു ക്യാഷ് 30,000 പ്ലസ് ആ വർഷത്തെ ഇൻട്രസ്റ്റ്, അതായത് ഈ ഇൻട്രസ്റ്റ്. പിന്നെയും 30,000 പ്ലസ് ആ വർഷത്തെ ഇൻട്രസ്റ്റ്. പിന്നെയും തേർഡ് ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറയുന്നത് 30,000 പ്ലസ് ആ വർഷത്തെ ഇൻട്രസ്റ്റ്. പിന്നെ ലാസ്റ്റ് ഈക്വലായിട്ട് പോകും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പ്രോബ്ലമാണ് ലോൺ അക്കൗണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്.